ഹൈവേയിലൂടെയാണ്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന നവി മുംബൈയിൽ നിന്നാണ് ടുവേഴ്സ് പൂനെ. അവിടെ നമ്മൾ ചൗക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലം വരും. അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് കർജത്തിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ കർജത്തിലേക്കാണ് പോകുന്നത്. കർജത്തിൽ കുറേയേറെ കാണാനുണ്ട്. കുറേ റിസോർട്ടുകൾ ഉള്ള ഒരു ഉണ്ട്. അവിടെ നമ്മൾ ക്യാമ്പിസ്ഥാൻ എന്ന് പറയുന്ന റിസോർട്ടിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം. നമുക്ക് നല്ല റിസോർട്ടാണ്. ചൗക്ക് ഇതാണ്. ചൗക്ക് ഇവിടുന്നാണ് ലെഫ്റ്റ് നമ്മൾ തിരിയുന്നത്. ഇത് NDS ഫിലിം വേൾഡാണ്. ഇവിടെ നമുക്ക് പിന്നൊരു ദിവസം കാണാം. ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്നത് കർജത്ത് എന്ന് പറയുന്ന സ്ഥലമാണ്. കർജത്ത് എന്ന് പറഞ്ഞാൽ മുംബൈയിലുള്ളവർക്ക് ഏറ്റവും അടുത്ത് എത്തിപ്പെടാൻ പറ്റുന്ന നല്ല ദൃശ്യഭംഗി തരുന്ന ഒരു സ്ഥലമാണ് കർജത്ത്. ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ പുറകെ തന്നെ കാണാം. എന്ത് നല്ല ഭംഗിയാണ് ഈ ഇല്ലിമുളം കാടും എന്നൊക്കെ പറയാം. നമ്മൾ പോകുന്ന വഴിയിൽ കണ്ട ഒരു സ്ഥലമാണ്. ഇനി ഇവിടെ നല്ലൊരു ദൃശ്യഭംഗി നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന ഒരു ഇതുണ്ട്. കണ്ടു കഴിഞ്ഞാൽ കേരളമാണോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെപ്ലിക്കേഷൻ ആണോ എന്ന് തോന്നുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഇതാണ്ട് ഈ ഭാഗത്തോട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും.